ഹലോ ബ്രോ, ഞാനിങ്ങനെ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ലാത്ത ആളാണ് KL ബ്രോ. ഇങ്ങനെ ഒരു ഒക്കേഷനിൽ ഞാൻ വരുമെന്നുള്ളത് ഒരു തരത്തിലും വിചാരിച്ചിട്ടില്ല. എല്ലാം എന്റേതായ ഒരു സമയമുണ്ട്. അതെ, എന്റേതായ സമയമുണ്ട് ദാസ എന്ന ഡയലോഗ്. ഞങ്ങൾ എങ്ങനെ ജീവിച്ചിനോ, എന്താ നമ്മളെ കഴിഞ്ഞുകൂടിയ കാലഘട്ടം എന്നുള്ളത് ഒരു രാത്രി കിടന്നാലും എന്റെ മനസ്സിന്ന് പോകില്ല. പിന്നെ എന്റെ ഇഷ്ടാന്ന് ഞാൻ ആദ്യം എന്റെ മോനെ ഈ പണിപ്പെട്ടിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു എന്റെ ഇവിടെ കിടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരോട് എടുത്ത ബസ്സാണ്. അവരത് കൊടുത്തോണ്ട് എനിക്ക് പണിയില്ലാണ്ടായി. ആ പണിയില്ലാത്ത സമയത്ത് അമ്മക്കൊരു ഹാർട്ടിനൊരു ഇത് വന്നിരുന്നു. പിന്നെ അത് കുറച്ച് നമ്മൾ നീട്ടി കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വൈഫിനൊരു ഓപ്പറേഷൻ വന്നു. അമ്മയ്ക്ക് മോനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. എന്താണ് മാജിക്? മാജിക് ഒന്നുമില്ല, അമ്മ നമ്മളെ മോളെ പോലെയാണ് കാണുന്നത്. ഭയങ്കര രസമുള്ള ചിരിയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ട്രേഡ് മാർക്കാണ് ഈ പല്ല് കാട്ടിയുള്ള ചിരി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഇന്നസെൻസ്. പല്ല് കാണിച്ച് ചിരിക്കലില്ലേനു ആദ്യമല്ല. ഞാൻ ബിജുവാട്ടനാന്ന് പെണ്ണ് കാണാൻ വന്ന പിന്നെ ഞാൻ അറിയാണ്ട് ഇങ്ങനെ പല്ല് വിട്ട് ചിരിച്ചു പോയി. ബിജുവാട്ടൻ അന്ന് പറഞ്ഞു ഇങ്ങനെ പല്ല് വിട്ട് ചിരിച്ചതാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിന്, അതിലാന്ന് ഞാൻ വീണത് എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചത് കർണാടകത്തിലാണ്. വലിയൊരു ചരിത്ര സംഭവം പറയണ്ട, എല്ലാവർക്കും അറിയായിരിക്കും. നാട്ടിൽ പണ്ടൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് ജോബ് അങ്ങനെയുള്ള മറ്റൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എന്റെ ഭാര്യ പ്രത്യേക അന്വേഷിച്ചായിട്ട് പറയാൻ പറഞ്ഞു. നിങ്ങളുടെ വീഡിയോസ് സ്ഥിരം കാണാറുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു KL ബ്രോ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അടുക്കളയിൽ അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ അതേപോലെ ചിത്രീകരിച്ച് കാണിക്കും. അതാണ് വിജയം എന്ന് പറഞ്ഞു. ശരിക്കും അതാണോ വിജയം? നമ്മള് ചില സാധനം പൊട്ടിപ്പോക്കുണ്ട്. ഈ പൊട്ടിപ്പോകുന്ന സാധനങ്ങൾ കാണിക്കൂലേ? എങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട് കൊറേ. അങ്ങനെ ഒരിക്കൽ കേക്ക് ആക്കിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, അങ്ങനെ കാണിക്കണ്ട. വീഡിയോ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഇത് ഈ കേക്ക് അടുക്കി പിടിച്ചോയെ പൊട്ടി. ഒരു 10 ലക്ഷത്തിലധികം ആൾക്കാരാണ് വീഡിയോ. പക്ഷെ ഇത്രയും പണിയെടുത്തോണ്ട് ഈ പൊട്ടിയിട്ട് എനിക്കത് നിർത്തി പറയുമ്പോ എനിക്ക് ഞാൻ പറഞ്ഞു സാറില്ല ആൾക്കാരെ മനസ്സിലാക്കി പൊട്ടിയതല്ല, ആരും കാണൂല. എങ്ങനെ ചെയ്യരുതേ എന്നൊരു മെസ്സേജ് കൂടെ കൊടുക്കാം. എങ്ങനെ ചെയ്യാ, എങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അതിന് പഠിക്കാലോ. ഈ കയറി വന്നിട്ട് ഇത്തരം കാര്യങ്ങളല്ല ഞാൻ ചോദിക്കേണ്ടത്, കുഞ്ഞിന്റെ വിശേഷമാണ് ഞാൻ ചോദിക്കേണ്ടത്. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം കുഞ്ഞിന്റെ കാര്യം. ഉറക്കണല്ലേ? ഉറങ്ങി. ഇപ്പം പകലും രാത്രിയൊക്കെ ഉറങ്ങോ? അതെ, കുഴപ്പമില്ല. ഒന്ന ആവശ്യത്തിന് ഉറങ്ങും, അങ്ങനെ എണീക്കും. ടൈം മാറി തുടങ്ങിയില്ല. ടൈം ഒന്നുമില്ല, ഓന്റെ ഇഷ്ടത്തിന് ആദ്യമൊക്കെ ചിലപ്പോ നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷെ ഒന്നും വിചാരിക്കില്ല, എപ്പോഴും പ്രതികൂലം. ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ചെറുത് തന്നെ 1.5 വയസ്സാണ്. അവരുടെ പേര് യാമിക എന്നാണ്, ചെറുതിന്റെ പേര്. 1.5 വയസ്സായി. അച്ഛനമ്മ ഉറക്കില്ലാന്നേ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഊട്ടിപ്പോ അടിക്കും. വലുതിൻ്റെത് ഇപ്പോ 11 വയസ്സായി. അവളും അച്ഛനമ്മയുടെ കൂടെയാ. അവളുടെ മീതെ കയറി ഇരുന്ന് അവളെ ഉണർത്തിയിട്ടേ പോവുള്ളൂ. ഇവനെ കാണാൻ പറ്റില്ല, പിടിച്ചിറത്തിക്കോ. ഞാൻ ഭയങ്കര ഓട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോല്ലേ, ആദ്യത്തെ ദിവസം ഭയങ്കര ബോറടിയായിരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഈ 5 റൂമുണ്ട്. ഇവിടെ 5 ഫാമിലീസ് കുട്ടികളുണ്ടല്ലോ. ഇവർക്ക് എല്ലാവർക്കും 2 കുട്ടികളുണ്ട്. ഇപ്പൊ മൂത്ത കുട്ടികളെല്ലാം ഫ്രീയാ, 2 പെൺകുട്ടികൾ 1 ആൺകുട്ടി. ഇവരെല്ലാം കൂടി ടീമായി നോക്കുമ്പോൾ ഇവര് ഫുൾ കളിയാണ്. ഭയങ്കര ജോലിയാണ്. അതുകൊണ്ട് ഭയങ്കര ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ഇല്ല, ഒരു സമയമില്ല. ഋതിക്കെ കുറച്ച് സമയം ഞങ്ങൾ കൂടെ വരുവോ? വരൂലേ? എന്തെങ്കിലും ഒന്ന് പറയൂ ഋതിക്കെ. എന്റെ പേരെങ്കിലും ചോദിക്കോ? പേര് ചോദിക്കോ? എന്റെ പേര് ചോദിക്കോ? എന്നാ പേര് എന്നാണോ ചോദിക്കണേ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 3-ാം ക്ലാസ്സിലോ? ഏത് സ്കൂളാ? ഏത് സ്കൂളാ? നല്ല പഠിക്കോ? കഥയൊക്കെ എഴുതോ? അച്ഛനെ പോലെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുവോ? കഥ കൊടുക്കോ? അച്ഛന് കഥ കൊടുക്കോ? കഥയൊന്നും ഇല്ല. ഷോർട്സ് എടുക്കാൻ ഭയങ്കര കുറച്ച് പാടാണ്. ഇവന്റെ കഥ ഒരു കഥ ഒരു 2 കൊല്ലം വേണല്ലോ. അച്ഛൻ കളിക്കാനും പോകുന്നു. പക്ഷേ ഷോർട്സ് എടുക്കാൻ ഞാൻ കഥയൊന്നും കിട്ടിയിട്ടില്ല. കഥയില്ല. അത് ഞാനില്ലേ
പിന്നെ ആത്ന്ന് എന്തെങ്കിലും എടുത്തിട്ട് വരും അപ്പൊ അമ്മ കാണും എല്ലാം മറ്റേ ഒന്നിനും ജീവിതത്തിൽ നടത്തി എടുത്തിട്ട് ചെറുതെല്ലാം തിരുത്തുണ്ട്. ഒറിജിനൽ ജീവിതത്തിൽ നടത്തിയെടുത്ത ചില ചിന്തകൾ. എന്താ എന്നിട്ട് എടുത്തോണ്ട് വരിക? അല്ല ഇങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ട് അമ്മ കാണൂല, അമ്മമ്മ പറഞ്ഞു കൊടുക്കും എല്ലാം മറ്റേ കഥയിലൊന്നെ പറയും. അത് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, അതിനെ കഥയാക്കിയില്ലേ. ബ്രോയുടെ മൊത്തത്തിലുള്ളൊരു ജീവിതം നോക്കുമ്പോൾ ബസ്സിലെ പണിക്കാരനായിരുന്നിട്ട് ഇപ്പോൾ വലിയ വണ്ടിയൊക്കെ സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയുന്ന ശേഷിയുള്ളപ്പോഴും ബ്രോ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിൽ ഭൗതികമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കാറിൻ്റെ ഒരു ഇത് മാറി, അല്ലെങ്കിൽ കമ്പനി മാറി, വലിയ കാറായി എന്നൊക്കെ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു. അത് അങ്ങനെ തന്നെ സ്ട്രിക്ട്ലി അങ്ങനെ മതിയെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്? ഒന്നാമത്തെ വെച്ചാൽ ഇതിലൊരു സുഖമുണ്ട്, ഒന്നാമത്തെ. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മളെ കൊണ്ട് പറ്റൂല. എനക്ക് നല്ല എൻ്റെ നാട്ടിലുള്ള ആരെ കൊണ്ടും അങ്ങനെ ഒരു പ്രത്യേക ഡ്രസ് ഇട്ട് ഇൻസൈഡ് ആക്കിയിട്ട് എല്ലാ ദിവസവും പോകാൻ പറ്റൂല. അത് നമുക്ക് ഒരു എന്തോ പിടിച്ചേറ്റിയ പോലത്തെ ഒരു ഫീലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പോൾ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഒരു പാൻറ്റിൽ വന്നാൽ തന്നെ നമുക്ക് കയ്യടിയ വെക്കണ്ടേ കാലടിയ വെക്കണ്ടേ ഇങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ. നമുക്കതിനെ പറ്റി വലിയ ഇതില്ല. ചില സ്റ്റേജിലെല്ലാം ഇപ്പോൾ ഇങ്ങനെ പോയാൽ തന്നെ അവർ നിൽക്കുന്നതിൻ്റെ ഒരു ഇതല്ലേ. എന്നാൽ എന്ത് പറഞ്ഞാലും നമുക്കത് നിൽക്കാനൊരു ഇത് എന്നാൽ അതിൻ്റെ ഇത് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഇത്. പക്ഷേ നമ്മളെപ്പോഴും പറയലുണ്ട് ഒരു കാര്യം, നമ്മൾ എന്താ പറയുക താഴെ നിൽക്കുക, നമുക്ക് വീഴേണ്ട വരില്ല. നമ്മളല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഉള്ളത്. എനിക്കിപ്പോൾ ഇതൊന്നും ഇനി അങ്ങനെയൊന്നും അല്ല. പെട്ടെന്നൊരു നാൾ ഇതെല്ലാം ഇതായി കഴിഞ്ഞാലും ഇല്ലയെന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ തന്നെ ബസ്സിലോ നമുക്ക് ചെയ്യാം, നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഉള്ളത്. നമ്മളിതെല്ലാം മറന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ചിലരെല്ലാം പറയും ഇത് ഇങ്ങനെയല്ല, നമുക്കത് കിട്ടിയ അവസരത്തിൽ നമ്മളത് കയറി പോകണമെന്ന്. പക്ഷെ നമ്മളെ കൊണ്ട് അതിന് ശരിക്കും സാധിക്കുന്നില്ല. അതെന്നാണ് അതിൻ്റെ ഇത് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മളതിനായിട്ട് നമ്മളെ ഈ ജീവിതമായിട്ട് നമ്മളത് അങ്ങ് കൂടി പോയതുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തേടി പോയി നിൽക്കാൻ പറ്റുന്നില്ല. 2 ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെയോ ഓളിയൊന്നും അല്ലെങ്കിൽ ആരും എൻ്റെ മരുമക്കളെ ആയാലും ആരും കാണാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. എനിക്ക് ദൂരത്ത് എനിക്ക് പോയാലും വേഗം ഇവരെല്ലാം ഒന്ന് കാണണം. എടിങ്ങ് പോയാൽ എനിക്ക് കൂടി എത്തണം നാട്ടിൽ. ഇങ്ങനത്തെ എല്ലാം എന്താ പറയുക അമ്മേൻ്റെ ചേച്ചിമാരെല്ലാം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടാന്ന് തോന്നി. അങ്ങനത്തെ കുറച്ച് സംഭവം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചുറ്റുപാടും ഒക്കെയാണ് കാണിക്കുന്നത്, വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും ഇത് സക്സസ് ആയി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതമൊക്കെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു റവന്യൂ ആയിട്ട് വരുമാനമായിട്ട് മാറി തുടങ്ങുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതെപ്പോൾ മുതലാണ് ശരിക്കും തോന്നി തുടങ്ങിയത്? കൊറോണ സമയത്ത് നമ്മളിത് തുടങ്ങിയത്. അന്നേരം എനിക്ക് സത്യം പറഞ്ഞ ചാനലോട് ഞാനും കൊറോണയുടെ സമയത്ത്. അതെ, നന്നായി. അപ്പോൾ അന്നേരം എനിക്ക് എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് അടിച്ചാലാണ് ഇതിന് പൈസ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. ഒരു ലൈക്കിന് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഇട്ട വീഡിയോക്ക് 27 ലൈക്ക് അങ്ങ് വന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു 27 ഉറുപ്പിക കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, ഇതെങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ 27 ഉറുപ്പിക കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും ഇത് വർക്കാക്കേണ്ട അറിയില്ല. നമ്മൾ ചെങ്ങായി വന്നിട്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവനും അത് വർക്കാക്കേണ്ട സംഭവം അത്ര ഇതറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. നമ്മളിങ്ങനെ ചെയ്യുന്ന ചങ്ങാതി എനിക്കൊന്ന് കാണണം കേട്ടോ. പിന്നെ തീർച്ചയായും. അപ്പം നാട്ടിൽ തന്നെ ഉള്ളൊരു നമ്മൾ പോലെയുള്ള നമ്മൾ ഒരുമിച്ച് പണിയെടുക്കുന്നത് പിന്നെ ജിതി. അപ്പോഴെവിടെയായിരുന്നു ജോലി? അന്നേരം നാട്ടിൽ ബസ്സിൽ പണിയെടുക്കുന്നത്. ബസ് കൊടുത്തിനേനു ഒരു കൊറോണക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കുറച്ച് ചെറുപ്പക്കാർ കൂടി എടുത്ത ബസ്സാണ്. അവരത് കൊടുത്തോണ്ട് എനിക്ക് പണിയില്ലാണ്ടായി. ആ പണിയില്ലാത്ത സമയത്ത് ചെറിയ അമ്മക്കൊരു ഹാർട്ടിനൊരു ഇത് വന്നിരുന്നു. പിന്നെ അത് കുറച്ച് നമ്മൾ നീട്ടി കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വൈഫിനൊരു ഓപ്പറേഷൻ വന്നു ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ആദ്യമെല്ലാം നമ്മൾ ചാനലിലെ ഒരു സന്തോഷത്തിൽ പോയി. അങ്ങനെ വെറുതെ അങ്ങനെ അന്നേരം ആർക്കും ഒന്നും പണിയില്ലല്ലോ. എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ ആദ്യമേ തുടക്കം പറയുമ്പോൾ എല്ലാം പറയണം. നമ്മളെ നാട് പവനൂർ, നമ്മുടെ നാട്ടിൻ്റെ പേര്. നാട്ടിൽ വായനശാലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വായനശാലയിലെ നാടകം ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിലുള്ള സ്റ്റേജ് കളിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യകാലത്തെല്ലാം ഞാൻ എൻ്റെ ജനൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കല ഇവർ റിഹേഴ്സൽ എടുക്കുന്നത്. ഒരു സമയത്ത് ഇവർ നാടകം എന്നാ അതിൻ്റെ അകത്തൊരു ചെറിയ കോറസ് അല്ല ശരിക്കും അതൊരു ജപ്തി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ കസേര കൊണ്ടുപോകേണ്ട ഒരു സീനാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് എല്ലാ നാടകത്തിനും എടുത്തുകൊണ്ടുണ്ടായി. ഒരു ദിവസം നാടകത്തിനവിടെ പോയി നോക്കുമ്പോൾ ഇവർ ഈ കസേര ഇവരില്ല, അന്ന് അവിടെ നാടക പരിപാടി ഇല്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് വീട്ടിനടുത്ത് അവർ പറഞ്ഞു അവർ ഇന്ന് നാടകം കളിക്കേണ്ടോണ്ട് ഇരുട്ടിപ്പോയിന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനില്ലാണ്ട് എങ്ങനെ നാടകം കളിക്കും, ഞാൻ ഈ സാധനം എടുത്തുകൊണ്ട് പോകണ്ടേ. ഇത് എനിക്ക് ആകെ കിട്ടിയ റോളാണ് ഈ സാധനം എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഉടനെ 3 മണിക്ക് അങ്ങനെ അറിഞ്ഞു. ഞാൻ ഞങ്ങളോട് ഇരുട്ടിയെത്തിയിട്ട് അവിടെ പുഷ്പക ഒട്ടൊരു അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അവിടെ പോയി നോക്കും നാടകം തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് ഒരു നാടകം അമിച്ചർ നാടകം മത്സരം. അപ്പോൾ നമ്മൾ നാടകം കളിക്കണത്രേ. അപ്പോൾ കളിക്കാൻ വേണ്ടി കൊമാല നാടകത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എത്തി. അപ്പോൾ മാഷ ചോദിച്ചു നീ ഇങ്ങനെ എത്തിയാന്ന് ചോദിച്ചു. ഞാൻ മാഷ ഞാൻ കസേര കൊണ്ട് പോകുന്നത് ഞാൻ ഇല്ലെങ്കിൽ ഇത്. അപ്പോൾ മാഷം എടാ അത് വെറുതെ ആ സമയത്ത് അത് ഇവരെന്നെ ചെയ്തോളൂ. അപ്പോൾ അന്നേരം എനിക്ക് സമയം മനസ്സിലായി സത്യത്തിൽ നമ്മളതിനകത്തില്ല. അപ്പോൾ അത് മാഷക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തത്. നമ്മൾ നാടകം നടത്തിക്കൊണ്ടത്. പുള്ളി അടുത്ത നാടകം ചെയ്ത സമയത്ത് അന്നാ പോയതിൻ്റെ ഒറ്റയിൽ പുള്ളി എന്നെ എനിക്കത്രയില്ല അഭിനയിക്കാനൊന്നും അറിയില്ല. പക്ഷെ പുള്ളി എന്നെ നിർത്തിച്ചു.
പുള്ളിക്കത് ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, ഇതിന് വേണ്ടിയിട്ട് അങ്ങ് മരിച്ചിട്ട് ഇങ്ങനെ പണിയെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കൂട്ടാൻ തുടങ്ങി. നാടകം അങ്ങനെ അല്ല, പിന്നെ നമ്മൾ നാട്ടിലെ നാടകം കളിക്കുന്നില്ല, നമ്മൾ കുറച്ച് ചങ്ങായിമാരെല്ലാം കൂടിയിട്ടായി പിന്നെ പരിപാടി. അങ്ങനെ നമ്മൾ കഴിച്ചെത്തിച്ചാരി ലാസ്റ്റ് ഔട്ട് എത്തുമ്പോൾ നാടകം നമ്മൾ തന്നെ കുറച്ച് സുഹൃത്തുക്കളാണ്. പിന്നെ ലാസ്റ്റ് ഔട്ട് പിന്നെ നാടകം നിന്ന് പോയി. അതിന് ശേഷം ഈ ബുക്ക് ഈ കഥ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓണത്തിനും വിഷുവിനും വന്ന് 2 സ്റ്റേജ് കിട്ടും നമ്മുടെ നാട്ടിൽ. ഒന്ന് ഓണത്തിനൊരു നാടകം, വിഷുവിന് അങ്ങനെ എന്തെങ്കിലും സ്കിറ്റ് വന്നെങ്കിലും. ഇത് 2 എഴുതാൻ വേണ്ടി ഒരു 500 കഥ എഴുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഒരു കഥ എത്തുക. അഥവാ ചിലപ്പോൾ കൊണ്ടുമില്ലാത്ത കഥ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുഞ്ഞി സ്കിറ്റെല്ലാം കളിക്കുന്നതാണ്. ഇങ്ങനെ കുറേ തിരുവാതിരയും ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് ഒരു സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിറ്റേന്ന് രാവിലെ നമ്മളെല്ലാം ഇട്ടുമ്പോൾ അടിപൊളി തന്നെ കേട്ടോ എന്നെല്ലാം പറയുമ്പോഴേ എൻ്റെ മോനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം ഒരു വേറെ തന്നെ ഒരു സംഭവമാണ്. രാവിലെ ഇന്നലത്തെ നാടകം. അപ്പോൾ അത് അടുത്ത കൊല്ലം കളിക്കാൻ വേണ്ടി ആദ്യം നാടകത്തിൻ്റെ കഥാ പരിപാടി പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ കഥ ബസ് പോകുന്ന സമയത്ത് എഴുതുന്നുണ്ടായി. പക്ഷെ എനിക്ക് ഇതേടിയും പറയാൻ ഇതൊന്നും ഇല്ലല്ലോ. ഒരിക്കൽ നമ്മളെ സുഹൃത്ത് നേരത്തെ പറഞ്ഞ ജിതി നമ്മളടുത്ത് പറഞ്ഞു, എടാ ബിജോട്ടാ ഈ ടിക്ടോക്ക് കുറച്ചൊരു സാധനമുണ്ട്, നിങ്ങളെ ചെറിയ കഥയെല്ലാം എടുത്തിടാൻ പറ്റും. അങ്ങനെ ഞാൻ വീട്ടിൽ അമ്മേനെല്ലാം കൂട്ടിയിട്ട് ഫസ്റ്റിൽ വന്നിട്ടൊരു വീഡിയോ അവരെല്ലാം വേഗം ഞാൻ പറഞ്ഞ എന്തായാലും അവരെല്ലാം റെഡിയാണ്. എന്താ കളിക്കുന്നതെന്ന് അവർക്കറിയില്ല, പക്ഷേ അവർ റെഡിയാണ്. അവരെല്ലാം അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. പണ്ടേ നാടകത്തിന് മുമ്പായാലും അമ്മ ആരുമില്ല നാടകത്തിനായാലും അമ്മ വരും എത്തിയായിട്ട്. ആ അമ്മ വന്നിട്ട് അത് കണ്ടേക്കും. നമ്മളെ അത് കാണാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്കത്. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നീ ചെയ്യും, നീ പിന്നെ നിൻ്റെ ഇല്ലാണ്ട് ഞാൻ നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് പറയും. അമ്മ നാളെ വരില്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ നീ ഇന്ത്യ ഉണ്ടല്ലോ ഞാൻ വരും. അതുകൊണ്ട് അമ്മക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയി. അമ്മ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അമ്മ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഇങ്ങനെ കളിച്ച് കഥകൾ ഇതായിരുമ്പോൾ ടിക്ടോക്കിൽ കുറച്ച് കുഞ്ഞു ഫാമിലി ഇങ്ങനെ കുഞ്ഞ് മെസ്സേജുള്ള ചെറിയ സാധനങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ചാനൽ വലിയ ചാനലായിരുന്നു ടിക്ടോക്കിൽ. പക്ഷെ എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഞങ്ങളെ ഫോൺ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. മാമൻ അന്നേരം കൊണ്ട് തന്ന ഒരു ഐറിസിൻ്റെ ലാവിൻ്റെ ഫോണായിരുന്നു. അപ്പോൾ അത് ക്ലാരിറ്റി കുറച്ച് കുറവായതുകൊണ്ട് കണ്ടന്റ് ഭയങ്കര ഇതാണ്. എല്ലാം നല്ലോണം ഓടുന്ന വീഡിയോകളായിരുന്നു. കണ്ടന്റ് നമ്മളൊന്നും തിരിയില്ല ശരിക്കും മുഖതാണോ. ഇപ്പോൾ ആ വീഡിയോ കണ്ട് നോക്കിയാൽ ഞാൻ ദുബായിൽ ഇപ്പോൾ പോയ സമയത്ത് നടന്ന് നോക്കുമ്പോൾ നമ്മളെ ശരിക്കും തിരിയുന്നില്ല അതിനകത്ത്. അപ്പോൾ അന്നേരം വെച്ച് കുറേ വീഡിയോകൾ ഞാൻ എടുത്ത് വെച്ചിന് കുറേ പോയെ. അപ്പോൾ അങ്ങനെ അതിനകത്ത് കഥ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതെല്ലാം ഫോണങ്ങ് പോയി. അതിന് ശേഷം ഫോൺ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേടിക്കാൻ പറയുക അവസ്ഥയിൽ നിന്നും. അതിന് ശേഷമാണ് കൊറോണ വന്നിട്ട് എല്ലാവരും വീട്ടിലായ സമയത്ത് വീണ്ടും ഇതേപോലെ ഒരു അവസരം കിട്ടിയപ്പോൾ വീണ്ടും ആ പഴയ കഥയെല്ലാം എടുത്ത് എഴുതാൻ തുടങ്ങി. ഇത് ചെയ്യാൻ തുടങ്ങി. കഥയെല്ലാം എൻ്റെ വലുതേനും ചെറുതാക്കാനേനും പണി. അപ്പോൾ ചെറുതാക്കി വീഡിയോ ആക്കി ഒന്നാമത്തെ കഥ ഇങ്ങനെ ഒരു വീഡിയോ ചാനൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചത് കർണാടകത്തിലാണ്. അത് വലിയൊരു ചരിത്ര സംഭവമാണ്. പറയണ്ട എല്ലാവർക്കും അറിയായിരിക്കും. നാട്ടിൽ പണ്ടൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് ജോബ് അങ്ങനെയുള്ള മറ്റൊരു സംഭവം കേട്ടിട്ടുണ്ടാവും. ഗവൺമെൻറ് ജോബില്ല എന്ന് പറഞ്ഞാൽ അതൊരാൾ ആഗ്രഹമാണ്. ഇപ്പം എൻ്റെ മോളെ ഇപ്പോൾ അയക്കേണ്ടത് എൻ്റെ ആഗ്രഹം ഇതായിരിക്കുമല്ലോ. അപ്പോൾ അവരെ കുറ്റമല്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കല്യാണം കഴിച്ചത്. അവൾക്ക് കർണാടക ആദ്യം നല്ലോണം അറിയാം. മലയാളം കുറച്ച് കമ്മിയാണ്. ഓളിപ്പം നല്ല മലയാളമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ച് അവൾ നല്ല മലയാളമായി. അപ്പോൾ ഓള് കല്യാണം കഴിച്ച് വന്നതിന് ശേഷമല്ല നമ്മൾ ഇതിങ്ങനെ കഥ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് കഥ നമ്മൾ പെണ്ണ് കാണാൻ പോന്നി കല്യാണം നടക്കാതെല്ലായിട്ട് വെബ് സീരീസ് ആണ് ചെയ്തുകൊണ്ടുണ്ടായത്. പിന്നെ അത് ചെയ്ത് പിന്നെ ഒരു യാത്ര പോയി തിരിച്ചു വന്നിട്ട് വലിയ റീച്ചൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടില്ല, കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടായിട്ടില്ല. ഒരു 500, 1000 എല്ലാം കണ്ടാൽ അങ്ങനെ അത്ര ആൾക്കാർ കണ്ടാക്കുന്നുണ്ട്. അവസാനം ഒരിക്കലും നമ്മളിത് നിർത്തി. അമ്മയ്ക്ക് ഓപ്പറേഷനെല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആകെ ഇതായി. ഓക്കൊരു ഇടയ്ക്ക് ഓപ്പറേഷൻ വന്ന് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഞാൻ ഭയങ്കര താഴ്ന്ന്. ആ സമയത്ത് ഒരിക്കലും എല്ലാം നിർത്തിയ സമയത്ത് അമ്മക്ക് ഏകദേശം 4 മാസം ടൈം വന്നിന്. അവർ 4-5 മാസം ടൈം വന്നു. ഇത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം. ഒരു 2-3 ലക്ഷം രൂപ ഇതാണ്. അപ്പോൾ അമ്മക്ക് അന്നേരം തന്നെ ഓൾറെഡി വീടിൻ്റെ ലോണും പരിപാടിയെല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നമ്മളിതെന്താ ചെയ്യാന്നില്ല എന്താ പറയുക. ആ സമയത്ത് അങ്ങനെയാണ്. ആരും കുറ്റമല്ല. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം എസ്കേപ്പ് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി ആൾക്കാർ. ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അവരെല്ലാം ഇന്നെൻ്റെ കൂടിയുണ്ട്. അതിൽ സന്തോഷമുണ്ട് കേട്ടോ. അന്ന് എസ്കേപ്പ് ആയവരെല്ലാം ഇപ്പോൾ കൂടിയുണ്ട്. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അവരെല്ലാം ആ സമയത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചപ്പം വീട്ടിലേക്ക് മോള് പറയും, ചേട്ടാ നമുക്ക് വീഡിയോ ആട്ടെ, നിങ്ങളിങ്ങനെ ഇരിക്കുന്നതാണെങ്കില. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ രണ്ടാമത് വീഡിയോ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത് വീഡിയോ തുടങ്ങിയിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞ ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് ബസ്സിൽ ഡ്യൂട്ടി ഉണ്ട് പറ്റി അന്നൊരു ബസ് പണി കിട്ടി. 2 ദിവസം പണി കിട്ടി. ഭയങ്കര സന്തോഷമാണ്. ഇവൾ കുറേ നാളായി ഇവളെ വീട്ടിൽ പോകണമെന്ന് പറയുന്നത്. കൊറോണ കഴിഞ്ഞ സമയമാണ്. ഞാൻ പൈസ കൊണ്ട് പോകാൻ പറ്റും. അമ്മേനെ തൊഴിലുറപ്പിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഇത് വന്നതിന് ശേഷം നമുക്ക് പിന്നെ പോകാൻ പറ്റണ്ടായി. അപ്പോൾ നമ്മൾ ഭയങ്കര അവസ്ഥയാണ്. ആ സമയത്ത് ഭയങ്കര അവസ്ഥയാണ്. എല്ലാവർക്കും നമുക്കല്ല, നമ്മളെ നാട്ടിലെ ഈ വീഡിയോ കാണുന്നവരായാലും സകല ആൾക്കാർക്ക് അന്നേരം ദാരിദ്ര്യമുള്ള അവസ്ഥയാണ്. പക്ഷേ ഫുഡല്ല, നമ്മൾ സാമ്പത്തികമായിട്ട് ലോണും എല്ലാം കിടക്കുന്നുണ്ടല്ലോ കൊറോണ സമയത്ത്. അതെല്ലാവർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അത് നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പണിക്കോയ സമയത്ത് ഓള് പറഞ്ഞു, ചേട്ടാ ഇതെന്തായാലും നിങ്ങൾ എടുത്തോ, ഇത് നല്ലൊരു വെറൈറ്റി സംഭവമല്ലേ. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തിന്, ബസ്സിലെ വീഡിയോ. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഓടിയ വീഡിയോ അതാണ്. അത് ഓടിയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അത് പഴയ പോലെ ആയി. പക്ഷേ ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടുണ്ടായി. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഞാനിങ്ങനെ കഥ വരുന്നതല്ല ഈ സമയത്താണ് പറയാൻ കഴിയില്ല. രാത്രി കിടന്ന സമയത്തല്ല വരും. അപ്പോൾ ഞാൻ വേഗം എണീച്ചോട്ട് ഇങ്ങനെ ഇതൊക്കെ അമ്മ എണീച്ചു വന്ന് പാലുറങ്ങിട്ട് വന്ന് അമ്മ ചോദിച്ചു, എന്നാൽ നീ പോയി കിടന്നാട്ടാ എന്നിങ്ങനെ പറഞ്ഞു.
അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് കിടക്കാൻ വേണ്ടി പറഞ്ഞു എന്താ നിങ്ങളെ പരിപാടി എന്നാ ഞാൻ പറഞ്ഞിങ്ങനെ ഒരു കഥ കിട്ടീനി അത് എഴുതി വെക്കലാണ് രാവിലെ ആകുമ്പോഴേക്ക് രാത്രി പറഞ്ഞ കഥ രാവിലെ മറന്നു പോകും അവള് പറഞ്ഞ് ആര് കാണാൻ പറഞ്ഞു ആരും കാണുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ എഴുതി വെക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര മൂമെന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ദിവസം എല്ലാവരും ഇത് കാണും ഞാനുണ്ടാവുമെന്ന് അറിയില്ല പറഞ്ഞു. പക്ഷെ അത് കണ്ടു, അത്രയാണ്. പിന്നെ ഒരു കയറ്റമാണ്. കയറ്റം എന്ന് പറയുമ്പോൾ അതിന് ഞാൻ മാത്രമല്ല നമ്മളെ നാട്ടിൽ ആര് എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം പണിയുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും തോന്നും വളരെ സിമ്പിളാണ്, പക്ഷെ അതിന് എല്ലാത്തിനും ഒരു എഫേർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ഏത് വീഡിയോയിലും അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് നന്മ നമ്മൾ എന്ത് കാര്യമായിട്ട് ഇടണമെന്ന് എപ്പോൾ ആഗ്രഹിക്കും. നമ്മൾ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഒരു ചെറിയൊരു അതുപോലെ ഒന്ന് ഒരു സ്നേഹമെങ്കിലും പങ്കുവയ്ക്കാൻ ആഗ്രഹം തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മൾ ചെയ്യലുണ്ട്. ചിലതെല്ലാം നമുക്ക് ഒപ്പിക്കാൻ അങ്ങനെയും വരുത്തുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ടാകുന്നതാണ് നമ്മൾ അന്ന് ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പോകും എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ചേച്ചിമാരും വിളിക്കുന്ന പോലെ തന്നെ എന്തായി പോയിട്ട് എന്തായി എടാ എന്തായി എന്നിട്ട് വിളിക്കുന്ന ചങ്ങായിമാർ വിളിച്ചു ചേട്ടാ എന്തായി ചേട്ടാ നാട്ടിലെത്തില്ലേ വരില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചാനലിലുള്ള ഓരോ അംഗങ്ങളും എന്തായി ഇതിൽ അവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട്. അവരുടെ അവസാന ആളില്ല എന്നും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ അവരുമായിട്ട് ബന്ധം അത്രമേൽ ഇഷ്ടപ്പെടുന്നു, അത് കീപ്പ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് ഉള്ള ഗിഫ്റ്റൊക്കെ അമ്മയ്ക്ക് കൊണ്ടുതരാനുള്ള ശേഷിയായി. പക്ഷെ എങ്കിലും നമ്മളെ ആദ്യം കിട്ടിയ ഗിഫ്റ്റ്, ഇപ്പോൾ നല്ലൊരു ഗിഫ്റ്റ്, ഇപ്പോൾ ചാനലൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കിട്ടിയ ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഓർക്കണുണ്ടോ? ഇപ്പോഴ് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുതരാനുള്ള ഗിഫ്റ്റ് ഓർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കാലം നമ്മളെ ആ ഒരു കുടുംബത്തിൻ്റെ ജീവിതം ഞങ്ങളെങ്ങനെ ജീവിച്ചിനോ എന്താ നമ്മളെ കഴിഞ്ഞുകൂടിയ കാലഘട്ടം എന്നുള്ളത് എൻ്റെ ഇന്നും ഒരു രാത്രി കിടന്നാലും എൻ്റെ മനസ്സിന്ന് പോകില്ല. മോനെ നമ്മളങ്ങനെയല്ലേ, നമ്മളിങ്ങനെയല്ലേ, അതല്ലേ ഇതല്ലേ. അതൊരിക്കലും നമുക്ക് എന്തെന്നായാലും എത്ര പൈസ ഉണ്ടായാലും എത്ര സ്വർണം ഉണ്ടായാലും എന്തെന്നുണ്ടായാലും നമ്മളെ അതിലേക്കല്ലാണ്ട് നമ്മളെ മനസ്സ് പോകില്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അമ്മ എന്നാന്ന് പറയാൻ ഇതാക്കി എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമ്മക്ക് കൊടുക്കാൻ അതെ എൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഇതാണ്. അല്ല പിന്നെ എൻ്റെ ഗിഫ്റ്റാണ് ഞാൻ ആദ്യം എൻ്റെ മോനെ ഈ പാടുപെട്ടിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു ഇത് എൻ്റെ ഇവിടെ കിടക്കുന്ന എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അമ്മ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് അമ്മേൻ്റെ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനെ എനിക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റി. യൂട്യൂബിൽ ഓരോ അംഗങ്ങളും നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മേനെ തിരിച്ചു കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത് വേറൊരു ഇതിലേക്ക് പോകും. നമുക്കൊരിക്കലും അമ്മേനെ അങ്ങനെ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് ചെയ്യും, അത് പിന്നെ അവർ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് 50-50 പോലും ചാൻസ് ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ അത് ബെറ്റർ ആക്കി കൊടുക്കുന്നത് നല്ല ഹോസ്പിറ്റലിൽ പോയി നമുക്കത് കാണിക്കാൻ പറ്റിയോണ്ടാണ് അമ്മേനെ റിക്കവർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ ചാനലിലെ ഓരോ അംഗങ്ങളിലും ഉണ്ടാകും. എനിക്ക് എല്ലാവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളോ അതൊന്നും നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുന്നത് ആളെല്ലാം ചിലപ്പോൾ എങ്ങനെ വിചാരിക്കുന്നതല്ല. പക്ഷേ എങ്കിൽ നമ്മളെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അമ്മേനെ തിരിച്ചുകൊണ്ട് തന്നത് ഈ കാണുന്നവരാണ്. അതിനോട് എനിക്ക് അവരോട് ഒരിക്കലും തീരില്ല. ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയെല്ലാം ഞാൻ കൂലിപ്പണി എടുത്തിട്ടാലും ജീവിച്ചു പോകും. പക്ഷെ എനിക്ക് അത് കൊടുക്കാൻ പറ്റും ചെയ്യില്ല. ചികിത്സ മാറും, അമ്മ നമ്മളെ കൂടെ ഉണ്ടാവും. നമുക്കറിയാമെങ്കിൽ ആദ്യത്തെ വിമാനയാത്ര പോകുമ്പോൾ അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോകാൻ പറ്റാത്തത്. പക്ഷെ അതൊരു സന്തോഷമുള്ള യാത്രയാണ്. അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസമുള്ള യാത്രയാണ്. നിങ്ങൾ ഈ പണ്ടത്തെ ഇപ്പൊ രണ്ടുപേരും കൂടെ മാത്രം സംസാരിച്ചിരുന്ന ഒരു സമയമുണ്ട്, ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടെ എപ്പോഴാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ വേറെ ആരും വീട്ടിലില്ലാത്തൊരു സമയത്ത് നമ്മള് സംഭവം പറയൂ, അങ്ങനെ പുറമായിട്ട് നമ്മള് പങ്കുവെക്കും. പക്ഷെ നമ്മള് ഇടയ്ക്ക് ഒരിക്കലും നമ്മൾ ഒറ്റക്കാകുന്നില്ല. മോള് വന്നില്ല, 8 കൊല്ലമായിട്ട് നമ്മളെ നടുക്കിലെ പാട്ടാണ്. ഞങ്ങള് 3 ഇരിക്കും ഇങ്ങനെ പറയുന്ന സമയത്ത്. ഭയങ്കരമായിട്ട് അതൊരു എന്താ പറയാ, എല്ലാം ഓരോ ഭാഗ്യം. പക്ഷെങ്കിൽ ഈ വൈഫും അമ്മയിലും തമ്മിലെ എത്ര കാരാണ്. ഇപ്പം നമ്മൾ എത്രയോ നല്ലത് അന്വേഷിച്ചു കണ്ടുപിടിച്ചു. ചിലപ്പോൾ അവരും അമ്മയായിട്ട്, ഇനി അമ്മ എത്ര നല്ല പറഞ്ഞാലും വൈഫ് എത്ര നല്ല ഒന്നിച്ച് പോകണമെന്നില്ല ചില സ്ഥലത്തെല്ലാം. പക്ഷെ അതങ്ങനെ കിട്ടല ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. വളരെ സ്നേഹത്തിൽ അവള് ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് തന്നെ അനുസരിച്ച് ഒരു മോളെ അമ്മ എത്രമേലും താങ്ങാൻ ഓൾറെഡി തയ്യാറായി നിൽക്കുന്നത്. നമുക്കൊരു മോളെ കിട്ടായിട്ട് അമ്മക്ക് ഉണ്ടായ 3 പെൺമക്കളെ കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട്. അവരെ പോലെ നോക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് അമ്മ. ആ ഭാഗ്യം അല്ല, അങ്ങനെ ഒരാൾ വന്നു ചേരുമ്പോൾ അയാള് അത് കൊടുക്കാനും അത് വാങ്ങാനും ഹെൽപ്ഫുൾ ആളായിരിക്കണം. അങ്ങനെ കിട്ടുക പറയുമ്പോൾ വലിയ ഭാഗ്യം. കവി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കയറിയ നമ്മളെ ചാനലിൽ ഒരാൾ പറയുന്ന പോലെ ഭാഗ്യം.
അതൊരു മഹാലക്ഷ്മിയാണ്. ഇവര് തമ്മിലുള്ള കെമിസ്ട്രി ഉണ്ട്, അത് ഭയങ്കര രസമാണെന്നാണ് എല്ലാവരും അവരെ കൂട്ടാൻ പറഞ്ഞിനെ അവനെ ഇപ്പം തന്നെ പ്രസവത്തിന്. ഞാൻ പറഞ്ഞു എനിക്ക് 3 പെമ്മക്കളുണ്ടായിട്ട് ഞാൻ അവരെ രക്ഷിച്ചിനെ ഇതുവരെ. പക്ഷെ എനിക്കിപ്പോൾ തടിക്കത്ര കഴിയുന്നില്ല, എന്നാലും എനിക്ക് മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ അവർക്ക് കഴിയുന്ന പണി അവർ ചെയ്യാം, എനിക്ക് കഴിയുന്ന പണി ഞാൻ ചെയ്യാം, അങ്ങനെ നമുക്ക് ഇവളെ ഇടുന്ന് വിടറ് എന്നാ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞേ. അവര് കുറവല്ല, ഇവനെ പോലെ തന്നെ ഇവനെ സ്നേഹിക്കാനും ഇവനെ കൊണ്ടു നടക്കാനും അവളെ കൊണ്ടു നടക്കാനും എല്ലാം പോരുന്ന മക്കളാണ് എല്ലാരും. ഒരേ സ്നേഹത്തില് കൊണ്ടു നടക്കും. സഹോദരങ്ങളൊക്കെ കവിന്റെ അമ്മ അവരുടെ ഫാമിലി പറഞ്ഞാൽ അത് വേറെ ഭയങ്കര. അതെ, അവര് നല്ല കൂട്ടറാണ്. നമുക്ക് അതൊരു സംഭവമാണ്. എല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരും അങ്ങനെ തന്നെ ഭയങ്കര, നമ്മള് ഫസ്റ്റ് പോകുമ്പോൾ എങ്ങനെയാണോ ആ ഒരു ഇത് തന്നെ അവർ ഇപ്പോൾ ഭയങ്കര സ്നേഹവും പരിപാടി. ഞാൻ ജസ്റ്റ് അവരെ വീട്ടിലൊന്ന് വെള്ളം, സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ പെണ്ണ് കാണാൻ പോയതല്ല, പെണ്ണ് കാണാൻ അവരെ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി ആദ്യമേ. ഞാൻ എന്നാലും അവരോട് പോകുന്നുണ്ട്, ഇവിടെ അതിൻ്റെ അയൽവക്കത്തെ അവരാണ് നമ്മൾ പെണ്ണ് കാണിച്ചിരുന്നത്. ഞങ്ങളെ അവസ്ഥയും ഞങ്ങളെ കഥയെല്ലാം അവർ ഒരു 2 ആഴ്ചത്തോളം ഞങ്ങൾ പല സ്ഥലത്തായി പെണ്ണ് കാണാൻ പോയി, ഞങ്ങൾ ഈ ബ്രോക്കർ. അപ്പോൾ ഞങ്ങളെപ്പറ്റി അവർ ശരിക്കും പഠിച്ച് നമ്മളൊരു രീതിയെല്ലാം അവർക്ക് പഠിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു മോളുണ്ട്, അത് അയക്കൂല, അതുകൊണ്ടായില്ലേ ഞാൻ ഓളെ പറഞ്ഞിരുന്നു പറഞ്ഞു. പക്ഷേ നമ്മൾ അന്ന് ലാസ്റ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് അവരെ കൊണ്ടാക്കാൻ തിരിച്ച് ബസ്സിന് കത്തിക്ക് പോകുന്നു. ഇനി എനിക്ക് തിരിച്ചുകൊണ്ടെങ്കിൽ ബസ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടാക്കി തരാം, നിങ്ങളെ മറ്റേ കുട്ടീനെ കാണാൻ പറ്റുമോ. അവരങ്ങനെ നല്ല കുട്ടികൾ കുറേയോട്ട് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കുട്ടികളെല്ലാം അവർ വെറും ബിസിനസ് അങ്ങനെ സാധാരണ കാണിച്ചിരുന്നതാണ്, അവരവരെ മറ്റേ പിന്നെ അങ്ങനെ കാണിച്ചിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, അവർക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ കാണിച്ചു പറഞ്ഞു അങ്ങോട്ട് പോകാൻ കഴിയില്ല. അവിടെ ഞാൻ കാണിച്ചു പോയ അവരെല്ലാം സ്ത്രീധനം ചോദിക്കുന്നവരെങ്കിലും പോയിട്ടുണ്ടായത്. അപ്പോൾ അവരെ ഓടിച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഏട്ടൻ ഭയങ്കര സ്ട്രോങ്ങാണ്, 2-3 ഏട്ടന്മാരുണ്ട്. അപ്പോൾ ഇനി ഈ ഭാഗത്ത് ഇനി സ്ത്രീധനം പറഞ്ഞിട്ട് ഈ ഭാഗത്ത് കരുതെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ എന്തായാലും നമുക്ക് ഇതൊന്നും വേണില്ല, നമ്മളവിടെ ജസ്റ്റ് ഒന്ന് പോയി കാണാമല്ലോ. അപ്പോൾ അങ്ങനെ പോയതാണ് അവരുടെ വീട്ടിൽ. ആക്ച്വലി അവളെ ഏട്ടനാടി ഉണ്ടേനും ഇവളെ കവിൻ്റെ ഏട്ടൻ. അത് ഞങ്ങൾ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരൻ ഇങ്ങനെ വന്നു, ഞാനാണെങ്കിൽ ഇരുന്ന് മടുത്തിട്ട് നാട്ടിലേക്ക് വരുമെന്ന്. ഇനി ഞാൻ പോകില്ല അമ്മ, ഇത് ലാസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് അന്ന് കിഞ്ഞിനി ഈ ഒരു പോക്കും കൂടി പറ്റി ഞാൻ വരില്ലാന്ന് പറഞ്ഞിട്ട് ഇനി പോകില്ല എന്നിട്ട് അമ്മയോട് ഇനി എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്, എനിക്ക് മടുത്ത് 7ാമത്തെ പോക്കാണ് കർണാടകത്തിൽ പോകുന്നത്. ഞാൻ പെണ്ണ് വരെറ്റി നാട്ടിൽ പോയി മടുത്ത ഞാൻ വീണ്ടും 7ാമത്തെ പോക്ക് കർണാടകത്തിൽ പോകുന്നു. ഒരു കുട്ടിയും പോകില്ല, ഒരാളെ വണ്ടിയിലെടുത്തിട്ടില്ലേ പോകുന്നപ്പാ. അന്നേരം അമ്മ പറഞ്ഞു ഇത് കൂടി പോയി നോക്ക്, ഇതില്ല നമുക്ക് നാട്ടിൽ വേറെ നോക്കാലും പറഞ്ഞു അമ്മ. പക്ഷേ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനിത് 7ാമത്തെ പോക്കാണ്, വരുത്ത വിടുന്നത്, നിങ്ങളുടെ പെണ്ണിൻ്റെ ഓരോ ആക്കില്ല എന്നല്ല ശരി തന്നെ. അടിയിലെ ചെക്കന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്തെല്ലോ ഇങ്ങനെ നമ്മളെ ജാതി ജാതകം പിന്നെ ജോലി എല്ലാം മാനദണ്ഡമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്തത്, കാസ്റ്റും എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് അവരൊന്നും. അവരൊരു മറ്റൊരു തരത്തിൽ റോങ് ആകപ്പെട്ടിട്ട് ആ നാട് വിട്ട് വേറെ നാട്ടിൽ വന്ന് പെണ്ണ് കാണാൻ വരുന്ന വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ അവരെ പറ്റി നാട്ടിൽ അന്വേഷിക്കണം, അങ്ങനെയുള്ള വേറെ ആരെയാലും നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ചിലപ്പോൾ അവർ നല്ല നിങ്ങളപ്പോൾ അങ്ങക്ക് യോഗ്യരായിട്ടുള്ള ആളേക്കും. എന്നാലും മറ്റേ മലയാളത്തിൽ പറഞ്ഞു, പക്ഷെ പുള്ളിക്ക് കർണാടക അറിയും. എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ആരോടെ പറയുന്നത്, നീ ഇത് പറഞ്ഞവർക്ക് മനസ്സിലാവുമോ. ഞാൻ പറഞ്ഞു വിഷമം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ആ വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം പറഞ്ഞു ഓപ്പണായിട്ട്. ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലപ്പാ, എൻ്റെ അമ്മ പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണ് കഴിച്ചു വന്ന്, നമുക്ക് നിങ്ങളെ സ്ത്രീധനവും വേണ്ട, ഒരു ഒലക്കുകയും വേണം, നമുക്ക് പെണ്ണാ മതി. പക്ഷേങ്കിൽ ഒരാൾ വന്നിട്ടും പെണ്ണെ തരുന്നില്ല, നമ്മളെന്ത് തെറ്റായി തരുന്നില്ല. ഞാൻ കുറച്ച് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ് ഞാൻ വരുന്ന് എപ്പം കേടിയും വെച്ച് കാണാം, നാട്ടിൽ വരുന്നുണ്ട് എന്നെ വിളിക്കണം എൻ്റെ നമ്പറും കൊടുത്ത്. സത്യം പറഞ്ഞാൽ അവർ ഈ നാട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്നെ വിളിച്ചു. പിന്നെ അന്ന് ഞാൻ പറഞ്ഞത് പുള്ളി ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, ഭയങ്കര ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു പുള്ളിക്ക്, ഈ വിളകെട്ടനെ. പുള്ളി അപ്പോൾ ഉടനെ ഉറപ്പിച്ച് ഇവൻ മതിയെന്നുള്ള കണ്ടീഷനിൽ പുള്ളി അന്ന് ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അത് അന്ന് ഈ കണക്ഷന് ഫസ്റ്റ് ഇത് ടിസ്റ്റ് വന്നേ. സത്യത്തിൽ അന്ന് ഞാനത് പറയാനൊരുങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ നോർമലി എന്ന് തിരിച്ചു വരും. ഞാൻ ഇതേപോലെ പിന്നെ ഞാൻ പണ്ടൊന്നും കാണാൻ പോകാൻ എനിക്കറിയില്ല, അമ്മ കുത്തിരിക്കും, എന്നാലും എൻ്റെ അവസ്ഥ എനിക്കറിയില്ല. നമുക്ക് അടുത്ത് കവിയെ ഇങ്ങോട്ട് വിളിക്കാം. യെസ്, നിങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുകഴ്ത്തി വയ്യ. അമ്മ ഇരുന്ന് അങ്ങ് പുകഴ്ത്തുകയാണ്. ഈ ശരിക്കും കവിയെന്ന് തന്നെയാണോ പേര്? കവിത ആണ് കവിയായി മാറിയതല്ലേ? കവിയെന്ന് വിളിച്ചു തുടങ്ങി. ഇവിടെ രണ്ടുപേരും കൂടി ഇരുന്ന് പുകഴ്ത്തുക. ഇത്രയും മാത്രം പുകഴ്ത്താനൊക്കെ ഉണ്ടോ? അമ്മയ്ക്ക് മോനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. എന്താണ് മാജിക്? മാജിക് ഒന്നുമില്ല. അമ്മ നമ്മളെ മോളെ പോലെയാണ് കാണുന്നത്, നമ്മൾ നേരെ അതേപോലെ അമ്മേനെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത്. അപ്പൊ അതാണ് നമ്മളെ സീക്രട്ട്. എല്ലാവർക്കും ഇഷ്ടം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾ തമ്മിൽ യോജിപ്പാണ്. അതെങ്ങനെയാ വന്നതെന്നാണോ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സാധാരണഗതിയിൽ ഈ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുമ്പോൾ അടിയാണ് കൂടുക. ഇത് അടിയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല.
അടി കൂടേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവാറില്ല. ഇല്ല, നമ്മൾ തമാശയായിട്ട് പറയുന്ന തമാശയായിട്ടേ അമ്മ വിചാരിക്കുന്നുള്ളൂ. ആ ഒരു സെൻസ് ഉണ്ട്. അതെ, അമ്മ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് തമാശയായിട്ട് പറയുമ്പോൾ അങ്ങനെ നമ്മളും തമാശയായിട്ട് എടുക്കുന്നുള്ളൂ. അതില് അടി കഴിയാനൊന്നുമില്ല. ഈ കിട്ടാതിരുന്ന് കിട്ടിയത് കൊണ്ട് മോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തെന്നാണോ അതേ ഉള്ളിൽ അങ്ങനെ? എൻ്റെ ഇളയ മോള്, എൻ്റെ ഏറ്റവും ഇളയ മോള്, 4 മക്കളിപ്പോ, മറ്റ് 3 പെൺമക്കളേ ഉള്ളൂ. ഇപ്പൊ 4 മക്കളായി, ഒരു മോനും. അവരെ ഒരേ തുല്യമായിട്ട് ഇങ്ങനെ അങ്ങ് പോണേന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളു. ഈ നിങ്ങൾ തന്നെ 3 പേരും കൂടെയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചും ഒക്കെ പറയുന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോ എങ്ങനെയാ പരിഹരിക്കുക? ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല, എങ്ങനെയും ഉണ്ടാവൂല. അത് ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അപ്പുറം ഇപ്പുറം എല്ലാം പറഞ്ഞ് ശരിയാക്കും. അമ്മ പിണങ്ങിയിട്ടേ ഇല്ല ഒരിക്കലും? ഇല്ല, അങ്ങനെ പിണക്കം കാര്യങ്ങളൊന്നും നമ്മള് ഇല്ല. എല്ലാം തമാശയായിട്ട് തന്നെ അങ്ങനെ പറയുക. ഉള്ളതൊക്കെ പറഞ്ഞങ്ങ് തീർക്കും, അടുക്കളയിൽ തന്നെ പറഞ്ഞു തീർക്കും. അത്രേ ഉള്ളൂ. പുറത്തേക്ക് പോകില്ല. കളിച്ച് ചിരിച്ചങ്ങ് പറയും, എല്ലാം അങ്ങ് പറയും ഓപ്പണായിട്ട്. അതുപോലെ തന്നെ അവരും അങ്ങനെ. പിന്നെ മക്കളാണെങ്കിൽ ഇപ്പൊ മക്കള് അതിനപ്പുറം എന്നാ വേണ്ടേ ഇവളാന്ന് വിചാരിച്ചിട്ട് അവരും ഇപ്പൊ നാളെ വരുന്നുണ്ട് മക്കള്. ഇത്രയും ദിവസം നിൽക്കാൻ കഴിയാത്തോണ്ട് നാളെ വരുന്നുണ്ട് ഇങ്ങോട്ട്. പക്ഷെ ഈ കർണാടകക്കാരി വരുമ്പോ നമ്മുടെ ഫുഡ് സ്റ്റൈൽ ഒന്നും അറിഞ്ഞൂടല്ലോ, അതൊക്കെ പഠിച്ചെടുത്തു പെട്ടെന്ന്. ഭക്ഷണ രീതിയെല്ലാം അവക്ക് വീട്ടിൽ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ചെല്ലാം ചെറിയ ഭാഗമെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഓരോ പ്രാവശ്യം കണ്ട് ഓളെല്ലാം മനസ്സിലാക്കി. എന്റെ സ്റ്റൈലെല്ലാം അമ്മ ഇങ്ങനെ നോക്കൂ, പക്ഷെ അമ്മക്ക് അത് ആക്കാൻ കിട്ടൂല. ഞാൻ വെച്ചാൽ കർണാടക സ്റ്റൈലില് കുറെ എരിവും സ്പൈസി ആയിട്ടാണ് ആക്കുക. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമാണ്, ഞാൻ ആക്കി കൊടുക്കുന്നതെല്ലാം നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. കൊറേ ഭക്ഷണം അതുപോലെ അമ്മ ആദ്യമല്ല ഒരു പിന്നെ കഴിച്ചാകുമ്പോ അമ്മക്ക് പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, അത് അങ്ങനെ ആക്കോ അത് ഇങ്ങനെ ആക്കോ വെച്ചിട്ട്. ഭയങ്കര രസമുള്ള ചിരിയാണ് നിങ്ങക്ക്, നിങ്ങളുടെ ട്രേഡ് മാർക്കാണ് ഈ പല്ല് കാട്ടിയുള്ള ചിരി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഇന്നസെൻസ്. പല്ല് കാണിച്ച് ചിരിക്കലില്ലേനു ആദ്യമല്ല, ഞാൻ മടിയാന്ന്. അങ്ങനെ ആള് ഇങ്ങനെ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ചങ്ങായിമാരെല്ലാം ഇങ്ങനെ കളിയാക്കും പല്ല് മുന്നിലായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഏടി പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ പല്ല് പൂട്ടിയിട്ടാണ് ചിരിക്കല്. പക്ഷേ ബിജുവാട്ടനാന്ന് പെണ്ണ് കാണാൻ വന്ന പിന്നെ ഞാൻ അറിയാണ്ട് ഇങ്ങനെ പല്ല് വിട്ട് ചിരിച്ചു പോയി. ബിജുവാട്ടൻ അന്ന് പറഞ്ഞു, ഇങ്ങനെ പല്ല് വിട്ട് ചിരിച്ചതാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിന്, അതിലാന്ന് ഞാൻ വീണതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശേഷം ബിജുവാട്ടൻ പറഞ്ഞു, നീ അങ്ങനെ ചിരിക്ക്, അതാ രസം. ഞാന് ഉറപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനും കൂടെ മോന്റെ കൂടെ പോയി. മോനെ എനക്ക് എന്തായാലും ഒന്ന് കാണണം മോനെ, എന്നെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അത് ഞാനും മോനും വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ എൻ്റെ ഒരു ഭാര്യനെയും കൂട്ടി ഞാൻ മോളെ കാണാൻ പോയി. മോളെ കാണാൻ പോയെന്ന് നോക്കുമ്പോൾ മോളങ്ങന്ന് ഈ പറഞ്ഞ പോലെ ചിരിയാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഇവളങ്ങന്ന് ഇനി വരുന്ന ഒരു വിഷമത്തിൽ ഇങ്ങനെ ആ ഒരു നിർത്താൻ്റെ മുമ്പിൽ അപ്പാടെ ഞാൻ കൈ അങ്ങ് പിടിച്ച് അവിടെ ചോദിച്ചു, മോളെ ബിജുവിന് നിന്നെ ഇഷ്ടപ്പെട്ടിന്, നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടിനാന്ന് ചോദിച്ചു. നല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിക്കലെന്നെ ഇവലെ ഏട്ടന്മാരാണ് എല്ലാ തീരുമാനങ്ങളും. അച്ഛനുണ്ട്, അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഇന്നേരം അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പം പോയിട്ട് 2 കൊല്ലം അങ്ങറ്റേ 3 കൊല്ലം അങ്ങറ്റേ ആയല്ലോ. കല്യാണം കഴിച്ച് അയപ്പിച്ച് എല്ലാം വീട്ടിൽ വന്ന് നിൽക്കുമെല്ലാം ചെയ്തിന് അച്ഛൻ. ഇപ്പാണ് പോയത്. ആ ചേർത്ത് പിടിച്ച പിടി സ്നേഹത്തിന്റെ എനിക്ക് ഒരു വിഷമങ്ങള് എൻ്റെ അവളെ മുഖത്ത് നോക്കിയപ്പാടെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പാവം കുട്ടി, അനക്ക് അതന്നെ അത് മതി മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം പിന്നെ നമ്മളെ അടുത്തിരുന്ന്. പിന്നെ ഇവളാക്കാട്ടിയും ആങ്ങളമാരെക്കാട്ടിയും എല്ലാരെക്കാട്ടിയും ആ ഉള്ള സ്വഭാവം. ഞങ്ങളിപ്പോൾ ഏടത്തി അനിയത്തി, ഞാൻ ഏടത്തി അല്ലെങ്കിൽ ഓറേടത്തി ഞാൻ അനിയത്തി, അങ്ങനെയുള്ള ഭാവത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അത്രക്ക് നല്ലൊരു സ്നേഹമാണ് അവരെ കുടുംബക്കാർക്ക് എല്ലാവരോടും, ആണ് പെണ്ണ് എല്ലാവരും. നല്ലൊരു ആ വർത്താനം പറയാനും നമ്മളോടുള്ളൊരിഷ്ടവും. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിച്ചു കൊണ്ട് പോയിട്ട് ഞാൻ മക്കളെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഇത്രയധികം ഒന്നും ഞാൻ പോയിട്ടില്ല മോനെ. അത്രക്കധികം ഞാൻ 10-11 പ്രാവശ്യം ഞാൻ ഈ പേട്ട മടിക്കേരിയൊക്കെ ഇവിടെ കൂടാം
ഞാൻ പോയിട്ടുണ്ട്. മോനോട് ഞാൻ പറയും പോകുമ്പോൾ എനക്കും കൂടെ വരണം, എനിക്ക് നല്ല ഇഷ്ടമുണ്ട്, ആ നാട് എന്തെല്ലോ കാണാനുണ്ട്, എനിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും. ഇത് എന്ത് കൊടുത്തിട്ട് എങ്ങനെയൊക്കെ പറയും? പിന്നെ സ്നേഹം. അത് ആൾക്കാര് ആരോ പറഞ്ഞതിന് പോലും ഇത് ഇങ്ങനെ ഉള്ളത് തന്നെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്നതാ വീഡിയോയിൽ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോന്ന് പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ അറിയില്ല. ഒരഭിനയം വേറെ പിന്നെ ഒരഭിനയം വേറെയൊന്നും നമുക്കറിയില്ല. എൻ്റെ മക്കളെ പോയിട്ട് വളർത്തിയ പോലെ തന്നെ ഓളും എൻ്റെ മക്കൾ തന്നെ. നമ്മളെ വീട്ടിൽ ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടാ ഒരു മോള് വരുന്നത്. നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു ഇത്രയും ദൂരെ നിന്ന് അവളെ അച്ഛനെയും അവളെ അമ്മേനെയും ആങ്ങളമാരെയും എല്ലാം വിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഓക്ക് വീട്ടിൽ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമങ്ങൾ ഉണ്ടായാലും ഓൾ എങ്ങനെ സഹിക്കും? നിങ്ങൾ ആലോചിക്കും. ഓക്ക് ഒറ്റക്കൊന്ന് നാട്ടിലേക്ക് പോകാൻ പോലും കഴിയില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ സുഖം ഇല്ലെങ്കിൽ, നമ്മളെ വീട്ടിൽ ഭക്ഷണ കാര്യങ്ങളും വസ്ത്രങ്ങളും മറ്റൊന്നും ഇല്ലെങ്കിലും നമ്മളെ സ്നേഹങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്ക് നമ്മളടുക്കെ ജീവിക്കാൻ കഴിയ. അങ്ങനെയാണ് അങ്ങനെ തനി തങ്കം തന്നെ കൊടുത്തു മനസ്സ്. ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഇനി ഓള് അന്നെയും കാണുന്നു, ഞാൻ ഓളെയും കാണുന്നു, മോനും. അഥവാ മോനോട് ഞാൻ എന്തെങ്കിലും ദേഷ്യമൊന്നുമില്ല, നടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഓനൊന്നുമില്ല. ഇത്രയും കാലം എന്തായാലും അഭിനയിക്കാൻ പറ്റൂലല്ലോ. അയ്യോ, ഓരോ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. അല്ല, അത്ര പോലും ജനങ്ങളെ ഒരു അഭിപ്രായങ്ങളാ ഇത് ഇങ്ങനെ പറയും. അപ്പൊ അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ സ്നേഹിക്കുന്ന അമ്മായി സീരിയലിലൊക്കെ നമ്മൾ മൊത്തം അടി കൂടുന്ന അമ്മായി അമ്മയും മരുമോളെയും കാണുമ്പോഴാണ് ഇവിടെ വളരെ സ്നേഹത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു അമ്മായി അമ്മയും മരുമോളും. പിന്നെ എൻ്റെ വീട്ടില് 2-3 മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. അവരോട് ഞാൻ പറയുമ്പോ എന്തെങ്കിലും അവിടെ കുസൃതി ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്, നിങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടിപ്പോൾ അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും സോക്കുറവുണ്ടോ, അത് മാത്രമേ നിങ്ങൾ നോക്കട്ടു. വേറെ വീട്ടുകാരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കണ്ട എന്നാ പറയല്. എന്തെങ്കിലും ഒരു സമയം അമ്മയെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കൂല. അവരതൊന്നും അതിനോട് അവർ മറുപടി പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അതൊന്നും കേൾക്കല്ലേ, അത് കേൾക്കേണ്ട ആവശ്യമില്ല, നമ്മളെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നത് അതുപോലെ നിങ്ങൾ മനസ്സ് വെച്ചാൽ അവർക്കൊന്നും അത്ര ഇതില്ല. എൻ്റെ ആങ്ങളേരോളെ കൊണ്ട് കിടക്കുന്നത് ഇതല്ലല്ലേ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ആര് കണക്കിലെടുക്കില്ല. ഇതിങ്ങനെ തന്നെ പോണം, ഇങ്ങനെ അങ്ങ് പോകാം. ഇതിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാരണത്തില് മോനെ എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനൊന്നും അത്ര ഇതില്ല. നാട് കടന്ന് വീട് കടന്ന് വെള്ളം മാറി കുളിക്കുമല്ലോ എന്തെല്ലോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ വിചാരിച്ചു എൻ്റെ മോളെ ഈ കൊച്ചിനെയും കൊണ്ട് എൻ്റെ മോനെയും തരിച്ചയക്കാൻ കഴിയാം ഇങ്ങോട്ടേക്ക്. പിന്നെ മക്കള് ഭർത്താക്കന്മാരും കുട്ടികളും വീടുമായിട്ട് നിൽക്കുന്നു, അവരെ ഇങ്ങോട്ടേക്ക് വിടാൻ കഴിയില്ല ഇത്രയും ദിവസം വീടും വിട്ടിട്ട്. അപ്പൊ പിന്നെ എൻ്റെ വീട്ടിൽ ഞാനല്ലേ ഉള്ളൂ, ഇവരിങ്ങ് വന്നാലേ. അപ്പൊ അവരാലൊപ്പരം അങ്ങ് കയ്യാ എങ്ങനെയും ആയിട്ട് കടിച്ചു പിടിച്ചിട്ട് കുട്ടീനെ നോക്കിയിട്ട് വിചാരിച്ചിട്ടാണ് ഇവളെയും കൊണ്ട് നമ്മളെ ഇങ്ങോട്ട് വന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി ആദ്യം ഒരു ഇതാക്കാനൊന്നും കഴിയില്ല, കുറച്ച് ദിവസം നിന്നിട്ട് പോകാന്ന് വിചാരിക്കുന്നു. അതങ്ങനെ തുടരട്ടെ. ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് ആള് നമ്മൾ അന്ന് തന്നെ വീഡിയോ ഇട്ടു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് ആള് വന്നപ്പോൾ അവര് സത്യം പറഞ്ഞാൽ അവർ അന്ന് തന്നെ ഡിസ്ചാർജ് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇവന് ഒരു ദിവസം പോവും, 250 റുപ്യ ഒരു ദിവസം കിട്ടുക. കൊറോണേന്റെ സമയത്ത് ആളുണ്ടാവില്ല. എന്തിനാ മോനെ ഈ പൈസക്ക് മോൻ പോയിട്ട് പണിയെടുക്കണ്ട മോനെ, അമ്മ ഇന്ന് പോയാൽ ഇത്ര പൈസ കിട്ടും, അതിനെക്കൂട്ടി നമുക്ക് റേഷൻ ഉണ്ട് ദാരിദ്ര്യക്ക് തായല്, ആ അരി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ കറി വെക്കാനും വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാം. ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.